വിവാഹ വിശേഷങ്ങളും ഫോട്ടോകളും പങ്കിട്ട ശേഷം എല്ലാ സെലിബ്രിറ്റികൾക്കും ലഭിക്കാറുള്ളതുപോലെ നെഗറ്റീവും പോസിറ്റീവുമായ നിരവധി കമന്റുകൾ അനുമോളുടെ വിവാഹ ഫോട്ടോകൾക്കും വീഡിയോകൾക്കും താഴെയും വന്നു. അതിൽ പ്രധാനമായും വന്ന ചില കമന്റുകൾ നടി തമിഴ് യുവാവിനെ വിവാഹം കഴിച്ചതിനെ വിമർശിച്ചായിരുന്നു. ബിഗ് ബോസ് ജയിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല അനുമോളെ. കേരളത്തിൽ നിന്ന് ആൺപിള്ളേരെ കിട്ടണമെങ്കിൽ കുലസ്ത്രീ യോഗ്യതയൊന്നും പോരാ. ഈ തമിഴൻ ചെക്കനേക്കാൾ യോഗ്യൻ അനീഷ് തന്നെ എന്നായിരുന്നു ഒരു പേജിൽ അനുവിൻ്റെ വിവാഹ ചിത്രങ്ങൾക്കൊപ്പം വന്ന ക്യാപ്ഷൻ. എത്ര കാലം ഈ സീരിയൽ വണ്ടി ഓടും? കാത്തിരുന്ന് കാണുക. കൂടിപ്പോയാൽ 6 മാസം. അതിനുശേഷം ഇരുവരെയും കുടുംബ കോടതിയിൽ കാണാം എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. മലയാളികളെ തിരഞ്ഞെടുക്കാതെ തമിഴ്നാട്ടിൽ നിന്നും വരനെ കണ്ടെത്തിയതിനും ചിലർ അനുവിനെ വിമർശിച്ചു. വൈകാതെ ഡിവോഴ്സ് ആകുമെന്ന് പറയുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്പീരിയൻസ് അങ്ങനെയാണ്. കൊട്ടിക്കൊഴിച്ച് കല്യാണം കഴിച്ചവരൊക്കെ വളരെ പെട്ടെന്ന് പിരിഞ്ഞ ചരിത്രമാണുള്ളത് എന്ന് കമന്റ് ഇട്ടവരുമുണ്ട്. അനുവിനെയും വരനെയും വിമർശിച്ചും പരിഹസിച്ചും എത്തിയ കമന്റുകൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ റഫീല നിസാർ എന്ന ഫേസ്ബുക്ക് യൂസർ കുറിപ്പുമായി എത്തി. നെഗറ്റീവ് മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവരുടെ ജീവിതവും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്നാണ് അനുമോളെ പരിഹസിച്ചവരെ വിമർശിച്ച് റഫീല കുറിച്ചത്. കുറിപ്പിങ്ങനെയായിരുന്നു: വിവാഹം നടന്നാൽ മംഗളാശംസകൾ അറിയിക്കുകയാണ് സാധാരണ ബോധമുള്ള മനുഷ്യർ ചെയ്യാറുള്ളത്. പക്ഷെ പലരും ഇങ്ങനെയൊക്കെയാണ് ആശംസിക്കാറുള്ളത്. കഷ്ടകാലത്തിന് ഒത്തുപോകാൻ കഴിയാതെ ആരെങ്കിലും വേർപിരിഞ്ഞാൽ അപ്പോഴും ഇവറ്റകൾ ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്ന് ഊറ്റം കൊള്ളും. വല്ലാത്തൊരു ജീവിതം തന്നെടേ. നെഗറ്റീവ് മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവരുടെ ജീവിതവും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നല്ലതൊന്നും അവരുടെ ലൈഫിലുണ്ടാവില്ല. മറ്റുള്ളവരുടെ വളർച്ച, പ്രശസ്തി അല്ലെങ്കിൽ സന്തോഷം കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസിക അസ്വസ്ഥതയും അസൂയയും പുറത്തു കാണിക്കാനുള്ള വഴിയായി പലരും കമൻറ്റ് ബോക്സുകളെ കാണുന്നു. നേരിട്ട് കണ്ടാൽ പറയാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലെ വ്യാജ അക്കൗണ്ടുകൾക്ക് പിന്നിലോ പ്രൊഫൈലുകൾക്ക് പിന്നിലോ ഒളിച്ചിരുന്ന് പറയാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും നല്ല ആശംസകൾ നേരുമ്പോൾ അതിനിടയിൽ വന്ന് വ്യത്യസ്തമായതോ നെഗറ്റീവായോ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവരുടെ ശ്രദ്ധ പെട്ടെന്ന് ആകർഷിക്കാൻ കഴിയുമെന്ന ചിന്ത. ഇതൊക്കെ കൊണ്ടാണ് ചിലർ ഇങ്ങനെ കമന്റിട്ട് സായുജ്യം അടയുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കി അപവാദം പറയുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഇത്തരം സൈബർ സൈക്കോപാത്ത് മനോഭാവങ്ങളെ പൂർണ്ണമായും അവഗണിക്കുക മാത്രമാണ് ഏറ്റവും നല്ല വഴി. മിനി സ്ക്രീൻ താരവും ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയിയുമായ അനുമോൾ തമിഴ് നടനും മോഡലുമായ ഭുവനേഷിനെ ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം കഴിച്ചത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും നടനും എംപിയുമായ സുരേഷ് ഗോപിയും ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. സ്റ്റാർ മാജിക് എന്ന ടെലിവിഷൻ ഷോയിലൂടെയാണ് അനുമോൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്.